ഇന്ന് അനാലിസിസിൽ പറഞ്ഞതെല്ലാം കാര്യമായിട്ട് നടന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ? ഇന്ന് അനാലിസിസിൽ ആ സപ്പോർട്ട് ഒരെണ്ണം പറഞ്ഞത് അവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരു അവിടെ ഒരു റെഡ് ലൈൻ വരച്ചിരുന്നല്ലോ ഒരു സപ്പോർട്ട്. ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതെ, സപ്പോർട്ട്. അത് നമ്മൾ കളർ മാറ്റിയിട്ട് റെഡ് ആക്കുവാന്ന് പറഞ്ഞിട്ട് റെഡ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സെയിം ട്രേഡ് ആണ് സാർ പറഞ്ഞത്. പക്ഷെ അതിന്റെ സ്റ്റോപ്പ് ലോസ് തന്നത് കുറച്ച് ഒന്നും കൂടെ ഒന്ന് കുറഞ്ഞു പോയത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ശകലം കൂടെ ഒരു $1 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് എല്ലാവർക്കും ഹിറ്റ് ആവില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് രണ്ട് കാര്യമുണ്ട് അവിടെ. എന്തുകൊണ്ട് ഞാൻ ട്രേഡ് കൊടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് കണ്ടിരുന്നു അത് എന്തുകൊണ്ടാണ്. പക്ഷെ ആ സ്റ്റോപ്പ് ലോസിന്റെ മാത്രം ഒരു ഇതുകൊണ്ടാണ് പറ്റിപ്പോയത്. അതെ, അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ആസ് പെർ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. ട്രേഡ് ഞാൻ പറഞ്ഞ ട്രേഡ് സ്റ്റോപ്പ് ലോസ് കിട്ടിയില്ല. പക്ഷെ സ്പ്രെഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്പ്രെഡ് വരുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സംഭവിച്ചത് നോ ഇഷ്യൂ. ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടായിരിക്കും അറിയാം, പറഞ്ഞത് കൃത്യമായിരുന്നു. അവിടുന്ന് ആ സപ്പോർട്ട് എടുക്കും മെയിൻ ആയിട്ട് ക്ലിയർ ആയിട്ട് രാവിലെ പറഞ്ഞിട്ടുണ്ട്. ആ ലൈൻ അത് റെഡാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അവിടുന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞ മാതിരി ഉദ്ദേശമാതിരി പെട്ടെന്ന് മുകളിലോട്ട് പോയില്ലെങ്കിൽ അവിടെ കിടന്ന് കുറെ നേരം മാർക്കറ്റ് കളിച്ചു, എന്നിട്ടാണ് പിന്നെ പോയതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അതിലൊരു സംശയം വന്നിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽസ് ഇറങ്ങിയല്ലോ, ഈ ക്യാൻഡിൽ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു ഈ ക്യാൻഡിൽ ഇറങ്ങിയിട്ട് ഈ ക്യാൻഡിൽ നമ്മുടെ ഈ ഗ്രീൻ ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ പൂർണ്ണമായിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു സംശയം വന്നിട്ടുണ്ടായിരുന്നു, ഇതിവിടെ നിന്ന് കളിക്കാനുള്ളതാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തു ഇതിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി താഴോട്ടേക്ക് വരാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വരാനുള്ള സാധ്യത ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ യൂഷ്വലി പണ്ടിരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഇൻഡിക്കേഷൻ കൊടുക്കാറുണ്ട്. അവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇൻഡിക്കേഷൻ കൊടുക്കാറുണ്ട്. അതിനനുസരിച്ച് അവർ മാനേജ് ചെയ്യാറുണ്ട്, അവർ പൊസിഷൻ മാനേജ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പണ്ടെടുത്ത് ഒരാൾ പോലും ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ആരാ എടുത്തിട്ടുണ്ടായത്? എനിക്ക് തോന്നുന്നു കിഷോർ എടുത്തോ? ഇല്ല, ആരും എടുത്തിട്ടില്ല. പണ്ട് ഇതിനു മുന്നേ ട്രേഡ് എടുത്ത ഒരാൾ പോലും എടുത്തില്ല. ടോട്ടലി എല്ലാവരും ന്യൂ ആണ്. അപ്പൊ ഞാൻ അത് പണ്ടെടുത്ത ആളുകൾക്കും ഈ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ SL ഹണ്ടിങ് വരും എന്ന് പറയുന്ന സമയത്ത് അവർ തോന്നിയ ലെവലിലേക്ക് ഇറക്കി വെച്ച് ഹണ്ടിങ് മേടിച്ച ആളുകളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞ 5 ട്രേഡ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. 5 ട്രേഡ് കണ്ടിന്യൂസ് പറഞ്ഞാൽ 4 സക്സസ്ഫുൾ ആയിരുന്നു. അക്സൽ ഹണ്ടിങ് നടന്ന് മാർക്കറ്റ് ഇതുപോലെ കയറിപ്പോയി സക്സസ്ഫുൾ ആയിട്ട് അടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ശരിക്കും എക്സൽ ഹണ്ടിങ് നടന്നു. അറിയാട്ടോ, പണ്ടിരിക്കുന്ന ഇവിടെ ആളുകളോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഞാൻ പറയുന്നല്ല, ഞാൻ എൻ്റെ കാര്യം പറയുന്നല്ല. അപ്പോൾ ട്രേഡ് എടുക്കുന്ന മെത്തേഡ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് എടുത്തതിന്റെ മെത്തേഡ് ഇത് തന്നെയായിരുന്നുള്ളൂ. ഇനി എടുക്കാനുള്ള ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വന്നു നല്ല രീതിയിൽ എന്ത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം. ഞാൻ 15 മിനിറ്റിലാണ് അനാലിസിസ്, 15 മിനിറ്റിലല്ല, വലിയ ടൈം ഫ്രെയിമിൽ അനാലിസിസ് 15 മിനിറ്റിലേക്കാണ് വന്നത്. ഈ ക്യാൻഡിലിൽ തൊട്ടുപുറത്ത് കാണാം. ഈ ക്യാൻഡിലിൽ തൊട്ടുപുറത്ത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു. ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ടേക്ക് പോകാനുള്ള, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ആരോ? താഴോട്ടേക്ക് പോകാനുള്ള ഒരു ഇതും ഇൻഡിക്കേഷനും ഇല്ലാത്ത രീതിയിലുള്ള ഇൻഡിസിഷൻ ആയിരുന്നു. എന്നിട്ട് അതിനുശേഷം തന്ന ക്യാൻഡിൽ ഈ ക്യാൻഡിൽ തന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ സിഗ്നൽ ഇട്ടത്. ആക്ച്വലി ഇങ്ങോട്ട് ഇത്തിരി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഇതിലേക്ക് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇറങ്ങി വരുന്ന സമയത്താണ് വന്നത്. കറക്റ്റ് പോയിന്റിൽ ഒന്ന് ഹിറ്റ് ആയിരുന്നു. ഈ ഒരു ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടപ്പോൾ അത് മുകളിലേക്ക് പോകുന്നുള്ള രീതിയായിരുന്നു. പിന്നെ മറ്റൊന്നുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു റെസിസ്റ്റൻസ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് TP എന്ന് വെച്ചത്. അറ്റ്ലീസ്റ്റ് ആ ഫസ്റ്റ് TP എത്തുന്ന സമയത്തെങ്കിലും ഞാൻ പറഞ്ഞേനെ അത് ഒഴിവാകാനുള്ള ആൾക്കാരൊക്കെ ഒഴിഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കയറ്റി വയ്ക്കാൻ പറഞ്ഞത്, ഏതിലേക്ക്, നിങ്ങളുടെ കോസ്റ്റിലേക്ക്. പക്ഷെ ഈ ഒരു സമയത്ത് എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ താഴെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിൽ നിന്ന് തന്നെ മുകളിലോട്ട് പോയിട്ടുണ്ട്. ആക്ച്വലി അത് നമുക്ക് 3 തവണ മനസ്സിലായിട്ടുണ്ട് അല്ലെ. നിങ്ങൾ SL അടിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടും മാർക്കറ്റ് കയറിപ്പോയി. കയറി പോകുന്ന സമയത്ത് എന്തായിരുന്നു ആക്ച്വലി ആക്ച്വൽ ട്രേഡ് ആസ് പെർ ട്രേഡ് പ്രകാരം അടിച്ചിട്ടില്ല. അതിൽ സ്പ്രെഡ് കയറിയിട്ടുണ്ടോ അടിച്ചത്, വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വന്നു. നോക്കിയാൽ കാണാം അല്ലെ. ഇത്രയും സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ടാണ് കയറിപ്പോയത്. എന്ന് വെച്ചാൽ 2 തവണ 3 തവണ എന്നല്ല, ആദ്യം ഇത് കയറിപ്പോയി എൻട്രി എടുത്തതിന് ശേഷം 2 തവണ താഴോട്ടേക്ക് ഇറങ്ങി പോയിട്ട് നമ്മുടെ SL ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അടിച്ചിട്ടുണ്ട്. അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സ്പ്രെഡ് ആഡ് ചെയ്തുകൊണ്ടാണ് അടിക്കാൻ കാരണം സ്പ്രെഡ്. അപ്പോൾ ഇന്നത്തെ വ്യൂ ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് തരേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ കുറച്ച് കാലമായിട്ട് അനാലിസിസ് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു മെത്തേഡ് അറിയുന്ന ആളുകൾ, കുറച്ചുകൂടി പഴയ ആളുകൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. മെത്തേഡ് അറിയുന്ന ആളുകൾക്ക് അറിയാം. ഒരു എൻട്രി ഇട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഞാൻ എന്ത് ചെയ്യാറുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. മാക്സിമം വെയിറ്റ് ചെയ്ത് നിൽക്കും. അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഇടത്തിൽ നിന്ന് നമുക്ക്
ഒരു കാര്യമായിട്ട് റിവേഴ്സലോ മറ്റോ വരുന്ന സമയത്തായിരിക്കും ഞാൻ ഇപ്പോൾ കൊടുക്കാറ് എക്സിറ്റ് ചെയ്തോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു സേഫർ സോണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ഫസ്റ്റ് ടി പി എത്തുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ SL ട്രയൽ ചെയ്ത് കോസ്റ്റിലും വെക്കുക. അല്ല അങ്ങനെ ട്രയൽ ചെയ്യാൻ പേടിയുള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഫസ്റ്റ് ടി പിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തിനാ പറയുന്നത്, എക്സിറ്റ് ചെയ്യാൻ പറയുന്നത് ഞാൻ എൻ്റെ മെത്തേഡല്ല, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്രേഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടും. ഇമോഷൻസ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആ ട്രേഡ് എടുക്കുന്ന സമയത്താണ്. പ്രത്യേകിച്ചും പ്രോഫിറ്റിൽ വരുന്ന സമയത്ത് പ്രോഫിറ്റ് കണ്ടു, ഒരു $10 പ്രോഫിറ്റ് കണ്ടു, പിന്നെ $5 വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഓക്കെ അത് $1 വന്നിട്ട് എക്സിറ്റ് ആയി പോകും എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരു ഏരിയ എത്തുന്ന സമയത്ത് ഞാൻ പറയും ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കുകളിൽ കൊണ്ടുവന്ന് വെക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഞാൻ എടുത്തതിൻ്റെ റീസൺ ഇതായിരുന്നു. ഞാൻ വല്ലാണ്ടൊരു റീസൺ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് എന്താണ് ആ ഒരു സപ്പോർട്ട് മാത്രം നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ കൺഫർമേഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൂടി നോക്കിയിട്ടാണ് എടുത്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ലോസ് ആണ് സംഭവിച്ചിരുന്നത്. വിത്ത് സ്പ്രെഡോട് കൂടിയാണ് ലോസ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഏറെക്കുറെ എത്ര മൂവ് ചെയ്തിട്ടുണ്ട്, 120 പിപ്പോളം മൂവ് ചെയ്തിട്ടുണ്ട്. കറക്റ്റാ വെച്ച ടാർഗറ്റിൽ അടിച്ചിട്ട് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇറങ്ങി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഒരു റിട്രേസ്മെന്റ് ആണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുകളിലേക്ക് തന്നെ പോയേക്കാം. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇതായിരുന്നു. അനാലിസിസിൽ പറഞ്ഞ ഒരു കാര്യം നടന്നിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. ഞാൻ പറഞ്ഞ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വരച്ച ഗ്രീൻ ലൈൻ, ഈ ഗ്രീൻ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് റെഡ് ലൈൻ ആയിരുന്നു. റെഡ് ലൈനിൽ വന്നിട്ട് തിരിച്ച് കയറി പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റെഡ് ലൈനിലാണ് തിരിച്ച് കയറി പോയിട്ടുണ്ട്. ഇതിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്തോ, 1-2 തവണ പറഞ്ഞിട്ടില്ലേ ഇവിടെ തന്നെ? 2-3 പ്രാവശ്യം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അന്നേരം നമുക്ക് ട്രേഡ് ഇട്ട് തന്നപ്പോ അത് 5 മിനിറ്റ്സിലായിരുന്നു ചാർട്ട് ഉണ്ടായിരുന്നത്. 5 മിനിറ്റ്സിലായിരിക്കും, 5 മിനിറ്റ്സിലാണ്. അപ്പൊ ഞാൻ കയറി പോകുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വലിയൊരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു, ഈ കണ്ടോ ഞാൻ എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ബ്രേക്ക് ചെയ്ത സമയത്താണ് അവിടെ അത് അന്നേരം കൃത്യമായിട്ട് വിസിബിൾ ആയിരുന്നു. ആ ലാസ്റ്റ് വന്ന ലോ ബ്രേക്ക് ചെയ്തപ്പോഴും അത് എടുത്തതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാൻഡിൽസ് ഇറങ്ങുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് തിരിച്ചുള്ളത്. പക്ഷെ എനിക്ക് പിന്നെ ഇത് കയറിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു എന്താണ് നമുക്ക് പണി തരാം. എനിക്ക് ഇവിടെ ഇറങ്ങി കയറിയ സമയത്ത് തന്നെ എനിക്ക് തോന്നിയിരുന്നു ഈ ഏരിയയിൽ കുറച്ചേരം നിന്നിട്ടാണല്ലോ താഴോട്ടേക്ക് ഇറങ്ങി. അപ്പൊ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ എക്സിറ്റ് ആയിക്കോന്ന് പറഞ്ഞിട്ട് വലിയ താമസം വന്നില്ല, അപ്പൊ തന്നെ. അപ്പൊ അതായിരുന്നു ഞാൻ അപ്പൊ തന്നെ വാർണിംഗ് തന്നത്. പക്ഷെ എനിക്കറിയാം കുറെ ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടാവും, ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് SL ആണ്. നമ്മുടെ മനസ്സിലങ്ങോട്ട് വെക്കുക, SL ആണെന്നുള്ളത്. അത് തീരുമാനിച്ചോളൂ, SL ആണെന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു SL ഹാപ്പിയാണ്. ഈ SL ഹാപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പഠനം ഇവിടെ തെറ്റിയിട്ടില്ല. ആക്ച്വലി പറഞ്ഞാൽ പഠനം തെറ്റിയിട്ടില്ല, ഒരു വിധത്തിലും പഠനം തെറ്റിയിട്ടില്ല. വ്യൂ കറക്റ്റ് ആയിരുന്നു. മാർക്കറ്റ് അതിൻ്റെ ഇടയിൽ കാണിക്കുന്ന കുറച്ച് ഗെയിമിക്സ് ഉണ്ടല്ലോ, ആ ഗെയിമിക്സിൽ പെട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും SL സംഭവിച്ചിരിക്കുന്നത്. അതും എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ്. സ്പ്രെഡ് SL ആണ്, അല്ലാതെ മാർക്കറ്റ് ആക്ച്വൽ SL പോയിട്ട് ഹിറ്റ് അടിച്ചിട്ടില്ല. സ്പ്രെഡ് SL എന്നിട്ടാണ് ഹിറ്റ് അടിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. കൃത്യമായിട്ട് എൻട്രി പോയിന്റ് കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ട്രേഡ് ആക്ച്വലി ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റ് വന്നാലും നമുക്ക് ഹാപ്പിയോടുകൂടി പഠിക്കാൻ കഴിയാന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. എനിവേ ഇതാണ് അനാലിസിസിൽ പറയാനുള്ളതുള്ളൂ. പിന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ന്യൂസ് ടൈമിലൊരു കാര്യമായിരുന്നു. ന്യൂസ് ടൈമിൽ എനിക്ക് തോന്നുന്നു ഈ ക്യാൻഡിൽ വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ന്യൂസ് ടൈമിന്റെ ക്യാൻഡിൽ നോക്കിയിരുന്നു, വലിയ ക്യാൻഡിൽ. ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. ന്യൂസ് ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു വലിയ ഒരു സമയത്തൊരു മൂവ്മെന്റ് തരാം, പക്ഷെ കണ്ടിന്യൂഷൻ കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ലേ ഞാനത്? CPI പോലെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഈ ഒരു ക്യാൻഡിലായിരുന്നു, ന്യൂസ് ടൈം ക്യാൻഡിൽ ഇതായിരുന്നു. ഒരു മൂവ്മെന്റ് കിട്ടിയിരുന്നു, വൺ സൈഡ് മൂവ്മെന്റ് കിട്ടിയിരുന്നു, പക്ഷെ അത് കണ്ടിന്യൂഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. ഡെഫിനറ്റ്ലി എന്ത് സംഭവിച്ചിട്ടുണ്ട്, അതിനുശേഷം താഴോട്ടേക്ക് ഇറങ്ങി ഈ സപ്പോർട്ടിൽ തന്നെ എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോയത്. കണ്ടിന്യൂഷൻ കിട്ടാതെ ഒരു സിംഗിൾ ക്യാൻഡിൽ നല്ലൊരു എഫക്റ്റ് വന്നിട്ട് മുകളിലേക്ക് പോയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് പോയിരിക്കുന്നത്. എനിവേ അതും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ അനാലിസിസിൽ കാര്യമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. എനിക്കിപ്പോ വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഓർമ്മയില്ല എനിക്ക്, പക്ഷെ ഞാൻ പറഞ്ഞു മാത്രം. അപ്പൊ അനാലിസിസ് ഞാൻ എന്നും പറയുന്ന പോലെ അനാലിസിസിന്റെ ഗുണം, ഇതിപ്പോ ഞാൻ ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതാണെങ്കിലും അനാലിസിസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പഠനം കൂടി നടത്തുകയാണ് അനാലിസിസിൽ. അതൊരു ഡെയിലി റൊട്ടീൻ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ സാധിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ എൻട്രീസ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ, ഇപ്പൊ നമ്മളിപ്പോ എന്താണ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അനാലിസിസ് വളരെ കറക്റ്റ് ആയിരുന്നു.
SL അടിച്ചു. SL അടിച്ചതിൽ നമുക്ക് റീസൺ ഉണ്ട്. അത് ന്യായീകരണം അല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം SL എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും അറിയാം, പഴയ ആളുകൾക്കും അറിയാം ഞാൻ അക്സെപ്റ്റ് ചെയ്യണം SL തന്നെയാണെന്നുള്ളത്. പക്ഷെ അവിടെ സംഭവിച്ചൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാം, എന്താണ് ടെക്നിക്കലി ആയിട്ട് വന്ന ഒരു കാര്യത്തിലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നും അറിയാം. എനിവേ, ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താണ്, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നൊരു വഴി പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, പലർക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ആക്ച്വലി അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ അനാലിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ട്രേഡിനെ കുറിച്ചുള്ള ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡീറ്റെയിൽ കിട്ടും, ഇതുപോലുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വരുന്ന ട്രേഡുകളിന് അതൊരു എന്തായിരിക്കും പ്രിക്കോഷൻ ആക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് അനാലിസിസിനെ കുറിച്ച്, പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഓൾറെഡി ഞാൻ ഗ്രൂപ്പിലിട്ട സിഗ്നലിനെ കുറിച്ച് പറഞ്ഞു, അതുകൊണ്ട് അഡീഷണലി ആഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് നടന്ന ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെ നടന്നിട്ടുണ്ട്, ആഫ്റ്റർ ട്രേഡുകൾ നടന്നിട്ടുണ്ട്. ആഫ്റ്റർ ട്രേഡുകളുടെ പിക്ചേഴ്സ് ഒന്ന് പിക്ക് ചെയ്യാം, ഒരു സംസാരിക്കാം. അതിൽ കുറച്ച് ആദ്യം ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് ആർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോസ് വന്ന ആളുകൾക്കാണ്. സവേഷ് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ സവേഷ്, നമുക്ക് നോക്കാൻ പോലും തോന്നില്ല അത്ര. ഞാൻ ഫോണിലാണ് സാറേ, അത് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് അങ്ങനെ കിട്ടുന്നതാണ് സാറേ. അങ്ങനെ അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ചാർട്ടിൽ നോക്കിയാൽ സവേഷിന്റെ ചാർട്ടിൽ നോക്കിയാൽ ഒട്ടും കളറ് വാരി വെതറിക്കാണ്. അതുപോലെ ശ്രേയസ് ഇതൊക്കെ എന്റെ കണ്ണടിച്ച് പോട്ടോ, ഞാൻ പിക്ക് ചെയ്യും കൂടി ഇല്ല. അത് ഫോണിലാകുമ്പോ വ്യക്തമായിട്ട് കാണാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് സാർ. കളർ കുറച്ച് അൻവർ SL അടിച്ചിട്ടുണ്ടായിരുന്നു. അൻവറിന്റെ ഞാൻ എടുക്കാം. SL എന്നാണ് തുടങ്ങുന്നത് ആദ്യം. അൻവർ ഞാൻ പറഞ്ഞ ഇത് നമ്മളിപ്പോ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അതിൽ. ആ ട്രേഡ് ആണല്ലോ അല്ലെ? ആ ട്രേഡ് ആയിരുന്നു ഞാൻ എടുത്തതിന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത അതേ ട്രേഡ് തന്നെയായിരുന്നു. കാരണം കുറച്ച് താഴെ, ഇതിന്റെ താഴെ ഇവിടെ വന്നിട്ട് പോയിരുന്നു. ഇതിന് താഴെ വന്നിട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇതിന് മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. 3 മിനിറ്റ്സിൽ എടുത്തിരുന്നു അല്ലെ? വിസിബിൾ ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു, വിസിബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊരു ടിപ്പായിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് വരികയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്, കാരണം ഇവിടെ സപ്ലൈ ഏരിയയാണ്. അറിഞ്ഞൂടെ? റീടെസ്റ്റ് നടന്നിട്ട് സപ്ലൈ നടന്ന ഏരിയ. അതെ, ഇത് പ്രധാനപ്പെട്ട ഏരിയയിൽ വന്നിട്ട് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്തോളൂ. ഫസ്റ്റ് ഏതായിരിക്കും? ഇത് ഫസ്റ്റ് ലോവർ ലോ. ഇതൊരു ലോവർ ലോ അല്ലേ? ഈ ലോവർ ലോനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് വരുമെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യണം. നാളെ മുതൽ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ലോവർ ലോ ലോവർ ലോ അല്ല, ഹയർ ലോനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താൽ നേരെ ഓപ്പോസിറ്റും ചെയ്യാം. ഇതിപ്പോ അപ് ട്രെൻഡിക്കാണ്, അതുപോലെ ഡൗൺ ട്രെൻഡിക്ക് വരുന്ന സമയത്ത് ഒന്ന് ഒബ്സർവ് ചെയ്യാം. അതിന് വേറെയും കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ വേറെ കാരണം. ഇത് അങ്ങനെ വരാതിരിക്കാനുള്ള കാരണമുണ്ട്. ഒരു പ്രധാനപ്പെട്ട മേജർ എന്ന് പറയാ, ഇത് അത്ര വലിയ മേജർ അല്ല ആക്ച്വലി. പക്ഷെ ഇത് നോക്കിയാൽ കാണാം മേജർ അല്ല. പക്ഷെ ഇത് ഇവിടെ എന്താ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്താണ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട് സപ്ലൈ നടന്ന ഏരിയ. കൺസോൾട്ടേഷൻ നടന്നിട്ട് സപ്ലൈ നടന്ന ഏരിയ അല്ലേ? ആണല്ലോ. നോക്കൂ, ഇവിടെ കൺസോൾട്ടേഷൻ ഉണ്ട് അല്ലേ? കൺസോൾട്ടേഷൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. കൺസോൾട്ടേഷൻ ഇമ്പോർട്ടന്റ്, കാരണം കൺസോൾട്ടേഷൻ നടന്നിട്ട് സപ്ലൈ നടന്ന ഏരിയ. അപ്പൊ കൺസോൾട്ടേഷൻ നടന്ന ഏരിയയിലേക്ക് തന്നെ നോക്കുക. ഇന്ന് തന്നെ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നോക്കിയാൽ അറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഒരു ഇതിലേക്ക് വരും. അതിന്റെ തൊട്ട് മുന്നുള്ള ലോവിനെ, ഇതിപ്പോ ഇതല്ലേ, അതിന് തൊട്ട് മുന്നുള്ള വൈശാഖ് തൊട്ട് മുന്നുള്ള ലോവിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരും കേട്ടോ. ഇത് ഞാൻ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ അഡ്വാൻസ് ലെവലിൽ പറയാം. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഇനി അതെന്താന്നുള്ള കൂടുതൽ ആളുകൾ സംസാരിക്കേണ്ട, അല്ല കൂടുതൽ ആളുകൾ എന്താണെന്നുള്ള ചോദിക്കേണ്ട. അത് വരും, അതൊന്ന് നോക്കുക കേട്ടോ. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണുക, വാച്ച് ചെയ്താൽ മതി, ഒബ്സർവ് ചെയ്താൽ മതി അത് കേട്ടോ. ഓക്കെ ഇനി അടുത്തത് ആരതാണ്? നമ്മൾ പറഞ്ഞ ട്രേഡിന്റെയാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എടുക്കാത്തത്. അഭിജിത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതേ ട്രേഡ് തന്നെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് ഇല്ലേ അഭിജിത്ത്? അതെ സാർ, അതെ. ശ്രേയസ് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം ഈ കളറും ഫ്ലൂറസെന്റ് ആണ് ശ്രേയസിന്റെ ചാർട്ട് കാണുന്ന സമയം. വേറൊന്നും ചെയ്യാനില്ല. വേറെ എന്താണ്? ഇത് ആര് ചാട്ടാന്നറിയോ? സന്ദീപ് അല്ലേ? സന്ദീപില്ലേ ഇവിടെ? ഇത് ഇങ്ങനൊന്നും SL വെക്കാൻ പാടില്ല. ഇതില് റിസ്ക് ഒരിക്കലും, ഇതിന്റെ റിസ്ക് ഹൈ റിസ്ക് ആണത്. ട്രേഡ് കിട്ടിയിരുന്നു, ഓക്കെ ഫൈൻ. ട്രേഡ് കിട്ടിയിരുന്നു, ഓക്കെ ഫൈൻ.
എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്താണ് എസ് എൽ ഇത്ര വെക്കാൻ പാടില്ല, ഒരിക്കലും വെക്കാൻ പാടില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓർമ്മ. മ്യൂട്ടേ സന്ദീപ് ഭയങ്കരമായിട്ട് ഇത്രയും എസ് എൽ വെക്കാൻ പാടില്ല. എസ് എൽ വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു വലിയൊരു എസ് എൽ ആണിത്. നോക്കി 1:1 ആയിരിക്കും ഇത് വെച്ചിട്ടുണ്ടാവും. 1:1 ട്രേഡ് എടുക്കണ്ട. നമുക്കൊരു മിനിമം 1:1.5 1:1.5 ആയിരിക്കും മിനിമം കിട്ടേണ്ടത്. നമുക്ക് ഏറ്റവും മിനിമം കിട്ടേണ്ടത് ട്രേഡ് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്തൊക്കെ 1:1.5 മിനിമം കിട്ടേണ്ടത്. ഇങ്ങനെ എടുക്കരുത് കേട്ടോ. സക്സസ് ആയിട്ടുണ്ട്, എടുക്കരുത് കേട്ടോ. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ സാർ, ഓക്കെ ഓക്കെ എടുക്കരുത്. സാർ എനിക്ക് ഇതിനകത്ത് ഒരു ഡൗട്ട് ചോദിക്കാൻ. ഇതിന്റെ ലോയിന്നല്ലല്ലോ ലൈൻ വരച്ചിരിക്കുന്നത്, മറ്റേ MSSന്റെ ലോ ഇത് അതല്ലേ? അവിടെ തന്നെ ശരിക്കും നമ്മൾ വരച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പഴയ ക്ലാസ്സിൽ. പഴയ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ 2-3 ടച്ച് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടച്ച് ഇൻവാലിഡ് ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല അല്ലാതെ അത് പക്ഷെ ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്തിരിക്കുന്ന വീഡിയോയിലല്ലാണ്ട് പഴയൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല, അൻവർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണുന്ന വരയ്ക്കാന്ന് പറഞ്ഞു. ഇതിപ്പോ ഡബിൾ ടോപ്പിന്റെ ഒരു ഏരിയ. ഇനി പിന്നെ അത് മാത്രമല്ല, ഇത് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ലോപ്പ് ഇത്രയും താഴ്ത്തിയൊന്നും സ്ലോപ്പ് ചെയ്ത് വരയ്ക്കരുത്. നമുക്കൊരു മോഡറേറ്റ് സ്ലോപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 45 ഡിഗ്രിയാണ്. മനസ്സിലായി? ഐഡിയ ഒരു 45 ഡിഗ്രിയാണ്. അപ്പോ ഇവിടെ ഇപ്പോ ഇതിപ്പോ ഇങ്ങനെ വരച്ചോണ്ടൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഇങ്ങനെ വരച്ചോണ്ടും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ നോക്കി വരയ്ക്കുമ്പോ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ, അതാകുമ്പോ പിന്നെ ഒത്തിരി താഴത്തോട്ട് മോഡറേറ്റർ ഉണ്ട്, ഒത്തിരി താഴോട്ട് അല്ല. പിന്നെ ഇതിൽ വേറെയും ഒരു ചെറിയ ഇതുണ്ട്, പക്ഷെ ഞാനത് പറയാത്തത് ആക്ച്വലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്താണ് ഇത് ഏത് ടൈം ഫ്രെയിമിലാണത്? ടൈം ഫ്രെയിം കാണണം കേട്ടോ സന്ദീപ്. ടൈം ഫ്രെയിം കാണണം, എന്നാലേ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ടൈം ഫ്രെയിം ഏത് ടൈം ഫ്രെയിമാണത്? 5 മിനിറ്റ്സ്. അതിലെന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻഡില് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല ഇവിടെ. കണ്ടോ? ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ഞാൻ അതിന് മുകളിൽ ബോഡി വെച്ചിട്ടാണ് അവിടെ വരച്ചിട്ടത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് നോക്കിക്കോട്ടെ. സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് എന്തായാലും കൂട്ടില്ല. അപ്പൊ ഇവിടെ ആയിരിക്കും MSS വരാം കേട്ടോ. ഇതായിരിക്കും MSS വരാം കേട്ടോ. വരും, ഇത് തന്നെ വരും. പക്ഷെ BOSS വരുന്നതിൽ ചെറിയൊരു ഇത് വരും, മാറ്റം വരും കേട്ടോ അല്ലേ? ഓക്കെ, അത് ഓൾറെഡി മനസ്സിലാക്കി. ഓക്കെ. അപ്പോ ഇത് നോക്കണം. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഞാൻ പിക്ചർ പിക്ക് ചെയ്ത് അതുകൊണ്ടാണ്. ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. പക്ഷെ നമുക്ക് ആ ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ചാൻസ് എടുക്കാൻ പറ്റില്ല അതിനകത്ത്. എടുക്കാം, പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. അതെ, വേറെ സപ്പോർട്ടൊന്നുമില്ല. അപ്പൊ ഇത് കുറച്ച് സ്റ്റോപ്പ് ലോസ് ഈ 2 പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ കാണുള്ളൂ. ഇതിൽ ചെറിയ വ്യത്യാസമല്ലേ? അതെ. അപ്പൊ നമുക്കതൊരു സപ്പോർട്ട് ആക്ച്വലി ഈ ഒരു ട്രേഡ് 1:1 ഇവിടേക്ക് കയറ്റിട്ട് 1:1.5 ഉണ്ടായിരിക്കും ചിലപ്പോ. ക്ലിയർ ആവുന്നോ? കയറ്റി ഇട്ടാല് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിപ്പോ എത്ര ഉണ്ട്? 261 2464. അതുപോലെ തന്നെ 58 കണ്ടില്ലേ? ഭയങ്കര വ്യത്യാസമുണ്ട്. 1:1 അപ്പൊ ഇതിനകത്ത് നമുക്ക് ശരിക്കും ഒരു നമുക്ക് പറ്റിയ ഒരു സ്റ്റോപ്പ് ലോസ് ഇതിനകത്ത് ഇല്ല. നമുക്ക് പറ്റിയതില്ല ആക്ച്വലി. അല്ല, അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരു $1 ഡൗൺ ഇട്ടിട്ട് എടുക്കാന്നുള്ളൊരു ഇതുണ്ടോ? അതോ ആക്ച്വലി ഞാൻ അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നത്. ഞാനതിന് മുന്നേ അങ്ങനെ പറഞ്ഞാൽ മതി. ഇത് 5 മിനിറ്റ്സിലാണെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റിന്റെ ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ അതൊരു ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് മെത്തേഡ് അല്ല അത്. എന്നാലും ഞാൻ പറയുന്നത് കാരണം പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെത്തേഡ് അല്ല. ഇപ്പൊ 5 മിനിറ്റ്സിൽ എന്താണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്? സെക്കൻഡ് പോയിന്റ് ഷാർപ്പ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് പോകുന്നത് അല്ലെ? അതൊരു 1 മിനിറ്റിലേക്കോ 3 മിനിറ്റ്സിലേക്കോ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ താഴെ വയ്ക്കാം. പക്ഷെ അതൊരു ക്ലിയർ ആയിട്ടുള്ള ഇതല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? നമുക്കൊരു അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെക്കാന്ന്. അങ്ങനെ ഒരു സ്വിംഗ് കിട്ടുമ്പോൾ വെക്കണേന് അത് പ്രിഫറബിളി അല്ല, എന്നാലും വേണമെങ്കിൽ വേണമെന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു പെർഫെക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ 5 മിനിറ്റ്സിന്റെ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ
ആ 5 മിനിറ്റ്സിന്റെ സപ്പോർട്ടിലേക്ക് തന്നെ പോകണം. മനസ്സിലായോ? അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു മാനിപ്പുലേഷൻ നടക്കാം. നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മളിപ്പോ കണ്ടില്ലേ, നമ്മൾ നടന്നപ്പോൾ നല്ലൊരു മാനിപ്പുലേഷൻ അല്ല നടന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് വരും. അപ്പോൾ ആ ഒരു മാനിപ്പുലേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് താഴെ. ഇപ്പൊ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പോയതുകൊണ്ട് എക്സ്പെഷ്യലി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇങ്ങനത്തെ 1-2 അനാലിസിസ് മതി തോന്നുന്നുണ്ട്, വേറെ ഒന്നും എടുക്കണ്ടെന്ന് തോന്നുന്നു അല്ലേ? 1-2 പിക്ചർ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യം, എല്ലാവരും പിക്ചർ വേണ്ടെന്ന് തോന്നുന്നു. അല്ല, അത് ഞാൻ രാവിലെ കണ്ടപ്പോഴേ എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനത് സെലക്ട് ചെയ്ത് വെച്ചിരുന്നു, ഒന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട്. അത് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ അത്രയും അങ്ങോട്ട് ക്ലിയർ ആവില്ല. അപ്പൊ ക്ലാസ്സിൽ ചോദിക്കാൻ ആൽവിൻ അതാണ് പറയുന്നത്. ആൽവിൻ വരച്ചു പഠിക്കുക, വീഡിയോ മിസ്സായി പോയതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത്. ആൽവിനെ ഇതിലെവിടെയാണ് MSS? ഇതാണ് MSS അല്ലേ ആൽവിൻ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതാണ് MSS അല്ലേ? അല്ലേ? ഞാൻ പക്ഷേ അത് അടയാളപ്പെടുത്തിയത് ആ ഒരു ബ്ലൂ ലൈൻ കണ്ട ആ ഒരു ഭാഗത്താണ് ഞാൻ സ്ട്രക്ചറൽ ചേഞ്ച് നോക്കി വരച്ചാറുണ്ട്. ഓക്കെ, അപ്പൊ പണിയിട്ടു, അത്രേ ഉള്ളൂ. ആ ട്രേഡ് ഫെയിലായി. എനിക്ക് എന്താ പറ്റണെന്നറിയോ, ഞാൻ 1 മിനിറ്റിലാണ് ട്രേഡ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ 5 മിനിറ്റിന്റെ 5 മിനിറ്റ്സിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 മിനിറ്റ്സിൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രണ്ട് ലൈൻ 5 മിനിറ്റ്സിലും ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് ലൈൻ 5 മിനിറ്റ്സിൽ ചെയ്യാം. അതുപോലെ തന്നെ 5 മിനിറ്റ്സിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇതിപ്പോൾ 5 മിനിറ്റ്സിന്റെ ആണ് ബ്ലൂ ലൈൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, താഴെയുള്ള ബ്ലൂ ലൈൻ 5 മിനിറ്റ്സിലാണെങ്കിൽ അത് മാർക്ക് ചെയ്തിടുക. അത് എന്തിനാ മാർക്ക് ചെയ്യാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പുതിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്റേണൽ സ്ട്രക്ചറിന്റെ നമ്മുടെ എക്സ്റ്റേണൽ സ്ട്രക്ചറിന്റെ ഡിഫറൻസ് പറഞ്ഞിട്ടില്ലേ? ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇന്റേണൽ സ്ട്രക്ചറിന്റെയും എക്സ്റ്റേണൽ സ്ട്രക്ചറിന്റെയും ഡിഫറൻസ്. ആക്ച്വലി എന്താണ്? ആക്ച്വലി ട്രേഡ് ഇപ്പൊ ഇവിടുന്ന് വരുന്ന സമയത്ത് ഇത് ഏരിയ നോക്കണം, ഇത് മുകളിലത്തെ ഏരിയ നോക്കണം, റെസിസ്റ്റൻസ് ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണെന്നുള്ളത് നോക്കണം കേട്ടോ. കാരണം ഇപ്പൊ 1 മിനിറ്റ് ആയതുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല. ഇവിടെ ഞാൻ അപ്പൊ തന്നെ നോട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ള ഒരു കാര്യത്രേ ഉള്ളൂ. കാരണം എന്താണ്? ഇതായിരുന്നു MSS. പോയാ മാറ്റിയത് പോയാ? ഇല്ല, അല്ലല്ല, ഞാൻ വരച്ചു പോയെന്നാണ് ചോദിച്ചത്. കാരണം പിക്ചറിൽ വരയ്ക്കുന്നതാണ്. ഇതായിരുന്നു MSS. അപ്പൊ ഇത് ട്രേഡ് എൻട്രി പോയിന്റ് ഇതാണ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഏതാണ് വരുന്നത്? ഇതാണ് വരുന്നത്. സക്സസ്ഫുൾ ആയ ട്രേഡ് ആയിരുന്നു. വരയുടെ മോശം. ഇത് തന്നെയാണ് ഇന്നലത്തെ ട്രേഡ് സംഭവിച്ചത്. നോക്കിയറിയാം, ഇത് തന്നെയാണ് ഇന്നലത്തെ ട്രേഡ് സംഭവിച്ചത്. ഇതാണ് എൻട്രി പോയിന്റ്, തേർഡ് പോയിന്റ്. സക്സസ്ഫുൾ ആയ ട്രേഡ് ആയിരുന്നു. ഇത് തന്നെയാണ്. ഇതേ ട്രേഡ് എടുത്തിട്ടുണ്ടല്ലോ, ആരോ എടുത്തിട്ടുണ്ടല്ലോ. ഇത് ആരോ എടുത്തിരിക്കുന്ന ട്രേഡ്, സെയിം ട്രേഡ് എടുത്തിട്ടുണ്ടല്ലോ, പറയാൻ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇതാരോ എടുത്തില്ലേ? അതായിരുന്നു ആൽവിൻ അതിന്റെ പ്രശ്നം. ഇന്നലെ ഇതേ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായല്ലോ, സ്ട്രക്ചർ മാർക്ക് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം ഇതുണ്ടായിരുന്നോ എന്നുള്ളത്. സജിത് ലാൽ TP. ഓക്കെ, സവീഷ്, എനിക്ക് ഇതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാം. ഇതിന്റെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിലാണ് വരയ്ക്കണമൊക്കെ ഓക്കെ. പക്ഷെ നമ്മളിപ്പോ എന്താ പറയാ, ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ സവീഷ്? ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് പിക്ചറിലേക്ക് നോക്കുമ്പോ അല്ലെ? എനിക്ക് മാത്രം തോന്നുന്നതാണോ? അല്ല, സമീഷിനോടല്ല, ബാക്കിയുള്ള ആളോട് ചോദിക്കുന്നത്. ഇല്ലേ, ഇത് കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നുന്നില്ലേ സമീഷ്? പക്ഷെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒട്ടും നമുക്കൊന്നും മനസ്സിലാവാത്ത രീതി നോക്കുമ്പോ തന്നെ നമുക്ക് ഒരു താല്പര്യക്കുറവുണ്ടാവുന്നില്ലേ? അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിൽ നോക്കാത്തത്. ഇതൊക്കെ ഈ ട്രേഡൊക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഇതൊക്കെ സവീഷ് ഇതൊക്കെ ഫെയിലർ ചെയ്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ഫെയിലർ ആയതാണ് സക്സസ് ചെയ്താ കാണും കൂടി ഇല്ല. ഫസ്റ്റ് എടുത്ത് ഞാൻ ചെറിയ വേറെ ഇടണോ? വേണ്ട സ്ക്രീൻഷോട്ട് വേണ്ട. അപ്പൊ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ കളർഫുൾ ആയതൊക്കെ ലൈറ്റ് ആക്കുക, ഡാർക്കൊക്കെ ലൈറ്റ് ആക്കുക. ഉള്ളിലുള്ള വരകളുണ്ടല്ലോ, ആ ഉള്ളിലുള്ള 50% വരകളൊക്കെ എടുത്ത് കളയാം. നമുക്ക് അതൊന്നും വേണ്ട, എടുത്ത് കളയാം. പിന്നെ അതുപോലെ തന്നെ അത്രയും വലിയ ലെറ്റർ വേണ്ട, ലെറ്റർ ഒന്ന് ചെറുതാക്കുക, ക്ലിയർ ആകട്ടെ കുറച്ച്. അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ഐ മീൻ എന്താണ്, ലൈൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു 3 എടുക്കണം തോന്നുന്നു. ലൈൻസ് ഒക്കെ അതൊക്കെ ചെറുതാക്കുക, ഒന്ന് ഭംഗിയിലാവട്ടെ കേട്ടോ. പിന്നെ അതിന്റെ പുറകെ ഗ്രിഡ് എടുക്കുന്നുണ്ട്, ഗ്രിഡ് റിമൂവ് ചെയ്ത് കളയട്ടോ. ഗ്രിഡ് റിമൂവ് ചെയ്ത് കളയും. എങ്ങനെയൊക്കെയെന്ന് അറിയാൻ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് സംശയം ഉണ്ട് തോന്നുന്നുണ്ട്. യൂട്യൂബിലുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ സനുവിനായിട്ട് കോൺടാക്ട്, സനു പറഞ്ഞാലും ഓക്കെ. ഞാൻ അതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പൊ ഫെയിലർ ആയത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ആ ട്രേഡാണ് ഇപ്പോൾ
ആദ്യം നമ്മൾ സംസാരിച്ചത്. ഇനി കിഷോറിന്റെ അവിടെ നിൽക്കട്ടെ, അതിന് സക്സസ് ആയ ഒരു ട്രേഡ് കൂടി ഞാൻ എടുക്കട്ടെ. ഞാൻ അൻവറിനെ എടുക്കുന്നുണ്ട്. അൻവറിന് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ എടുക്കുന്നുണ്ട്. പറഞ്ഞ SL ഉണ്ടായിരുന്നു. SL കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അൻവർ എന്ത് തോന്നുന്നു ഇപ്പൊ? പേടിയൊക്കെ പോയതിൻ്റെ ഉള്ള ഗുണം തോന്നുന്നുണ്ടോ? ശരിയായി വരുന്നുണ്ട് അല്ലേ? കോൺഫിഡൻസ് കൂടി വരുന്നുണ്ട്. പേടി പോയിട്ടുണ്ട്. ഇമോഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അൻവർ ചെയ്തൊരു ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഇന്നും ട്രേഡ് ചെയ്തൊരു ഐഡിയ ഇഷ്ടപ്പെട്ടു. കാരണം ഫുൾ ടാർഗറ്റിക്ക് വെക്കാണ്ട് ഒരു ക്യാൻഡലിന്റെ താഴേക്ക് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഇന്നലെ അതന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു കോൺഫിഡൻസ് ഒന്ന് കൂടാൻ വേണ്ടിട്ട് റിജക്ഷൻ ഏരിയ അല്ലേ അവിടെ വരുന്ന എപ്പോഴും എക്സ്പെക്ട് ചെയ്തോളൂ, റിജക്ഷൻ എക്സ്പെക്ട് ചെയ്തോളൂ. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അങ്ങനെ വെച്ചൂടെ? തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു മാന്യമായിട്ട് റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ വെക്കാം, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ വെക്കരുത്. ഇല്ലെങ്കിൽ ആ ട്രേഡ് ഒഴിവാക്കാന്നുള്ളതാണ് പറ്റുന്നത്. മാന്യമായിട്ട് റിസ്ക് റിവാർഡ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ വെക്കരുത് കേട്ടോ. ഒരു ട്രേഡ് കറക്റ്റ് ആയിട്ടുണ്ട്, പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് വീണിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം വീണിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കൺസോൾട്ടേഷൻ ഏരിയയിൽ വന്നിട്ട് കൺസോളേഷൻ ഏരിയയിലേക്ക് വന്നു. കണ്ടില്ലേ? കൺസോളേഷൻ ഏരിയയിലേക്ക് വന്നു. സെയിം ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കൺസോളേഷൻ ഏരിയയിലുണ്ട്. അത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള കൺസോളേഷൻ 3 മിനിറ്റ്സിന്റെ ആയിരുന്നു. അപ്പൊ അവിടുന്ന് കയറി പോയിട്ടുണ്ട്. അത് അത്രേ ഉള്ളൂ പരിപാടി. വലിയ ഇതൊന്നും ഇല്ല എന്ന് പറയാം. അത്ര വലിയ ആനക്കാര്യമൊന്നും ഇല്ല. അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. പേടിക്കാനുള്ള ആനക്കാര്യമൊന്നും ഇല്ല കേട്ടോ. ശരി ഓക്കെ. കിഷോറിന്റെ എന്നും എടുത്താൽ മാത്രം പോയിട്ടില്ല. കിഷോറെ നമ്മൾ ഇത് എടുക്കണ്ടേ? ഹലോ, എന്നും നമ്മൾ സക്സസ് മാത്രം എടുത്താൽ പോരല്ലോ. കിഷോറിനെ പഠിക്കാൻ പറ്റുള്ളൂ. കിഷോറിനെ ഇടക്കിയിട്ടൊക്കെ ഒന്ന് അപമാനിക്കണ്ട നമുക്ക്. കിഷോർ എന്താണ് കാരണം എന്താണ് പറയൂ. കിഷോർ പഠിക്കാൻ വേണ്ടത് എന്താണ് കാരണം? വിക്ക് വെച്ച് നല്ല രീതിയിൽ ബ്രേക്ക് വന്നായിരുന്നു. ഇനി അതിന്റെ വല്ലായിരിക്കും സാർ. ശരി, അൻവറിയേട്ടന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഒരു സപ്ലൈ സോണിൽ നിന്ന് വന്നു കഴിയുമ്പോ അങ്ങനെ സപ്പോർട്ടിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവില്ല. ക്യാൻഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? അവിടെ ക്യാൻഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം റോങ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു മെത്തേഡിലല്ല ചെയ്തിരിക്കുന്നത്. പകുതിയിലാണ് റിഫൈൻ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ക്യാൻഡിൽ ലാസ്റ്റ് ഇവിടുന്ന് വരുമ്പോ ഡെഫിനറ്റ്ലി നമ്മൾ ഉൾപ്പെടുത്തേണ്ട ലാസ്റ്റ് ക്യാൻഡിൽ ഏതാന്ന് പറയാം. ബൈ ക്യാൻഡിലാണ്. ബൈ ക്യാൻഡിലാണ് എന്ന് വെച്ചാൽ സെല്ലിംഗ് ഇപ്പൊ സപ്ലൈ സോണിലാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അഡ്വാൻസ് ഇതിൽ പ്രീമിയത്തിൽ പറഞ്ഞില്ലേ. പിന്നെ റിഫൈൻ ചെയ്യണം. ഇത് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. ഇവിടുന്ന് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. പിന്നെയാണ് അത് റിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ റിഫൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ആക്ച്വലി റിഫൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. റിഫൈൻ 50% റിഫൈൻ എന്ന് പറഞ്ഞാൽ 50% പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. വലുതായോണ്ട് 50% ബാക്കിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞത്. ബാക്കിൽ വരയ്ക്കാനാണ് പറഞ്ഞത്. പിന്നെ ഫോണിലെ സാർ എടുത്ത് ഫോണില് വരച്ചത്, അതാണ് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാത്തത്. ഇതത്രേ ഉള്ളൂ, കാര്യം അത്രേ ഉള്ളൂ. ഇതുകൊണ്ട് താഴേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു ആക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ റിഫൈൻ ചെയ്തതിൽ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. പഠിക്കാൻ തന്നെ ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. മനസ്സിലായിട്ടല്ലോ. ഇന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ പോരല്ലോ. മാർക്കറ്റ് ഒന്ന് ഇറക്കിയിട്ടൊന്നും ആക്ച്വലി ഇത് മൈനർ സപ്പോർട്ടായിരുന്നു കിഷോർ. ഈ പറഞ്ഞ മൈനർ സപ്പോർട്ട് ആക്ച്വലി മേജർ സപ്പോർട്ടായിരുന്നു, മൈനർ അല്ല. അത് നേരത്തെ ഞാൻ വരച്ചത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരുന്നു സാറേ. നേരത്തെ കയറി പോയപ്പോഴേക്കും മാറ്റാൻ വിട്ടുപോയതാണ്. മേജർ സപ്പോർട്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് എന്തായിരുന്നു അവിടെ നടന്ന ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് കയറി പോയിട്ട് ആ ഒരു ഇതിലേക്ക് വന്നിട്ട് റിട്ടസ്റ്റിലേക്ക് വന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു പോയിന്റ് 2-3 തവണ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ് റീടെസ്റ്റ് ആയിരുന്നു. നോക്കിയാൽ കാണാം, ആ ഒരു പോയിന്റിലേക്ക് വന്നത് മേജർ സപ്പോർട്ടാണ് അത് കേട്ടോ. ഓക്കെ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയാൽ കാണാം. ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് വന്ന ഏരിയ കൂടിയാണ് അല്ലെ. മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് വന്നാണ്. അപ്പൊ അതിലേക്ക് റീടെസ്റ്റ് വന്നാണ്. അപ്പൊ അത് മേജറായിട്ട് വരും കേട്ടോ. ഓക്കെ, റീടെസ്റ്റ് ഇല്ലാത്ത ഏരിയ കൂടിയാണ്. നോക്കിയാലോ, റീടെസ്റ്റ് വന്നിട്ടില്ല. ഫസ്റ്റ് റീടെസ്റ്റും കൂടിയായിരുന്നു അത്. ഞാൻ ഈ ഒരു പോയിന്റ് ഫസ്റ്റ് റീടെസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് റീടെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അവിടുന്നാണ് എൻട്രി പോയിന്റ് എടുക്കാനുള്ള കാരണം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ. മനസ്സിലായോ? അത് ഇപ്പൊ കിഷോറിനോട് പറഞ്ഞ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഇവരുടെ പിടുത്തം കിട്ടിയില്ല. ബാക്കി ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? ഇല്ലല്ലേ. നിങ്ങളാ പ്രീമിയം പോയിട്ട് നോക്കാം കേട്ടോ. പ്രീമിയം ഇതിൽ പോയിട്ട് നോക്കാം.
അപ്പൊ ഇത്രയും ഞാൻ പിക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിന്റെ ഒരു സയൻസിന്റെ പിക്ക് ചെയ്യാത്ത വേറെ ഒന്നും കൊണ്ടല്ല, സയൻസ് എന്റെ കണ്ണടിച്ച് പോകുന്ന രീതിയിൽ 4% ആണ് ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും കൂടി കാണിച്ചു തരാം. എന്തുകൊണ്ട് ചാർട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ചാർട്ട് നോക്കിയേ, ഇതിലെങ്ങനെയാണ് ഞാനിപ്പോ ചെയ്യാം ഇത് നോക്കിയേ. ശേഷില്ല ഇവിടെ കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലത്. ഈ കളർ അതെനിക്ക് തോന്നുന്നു ഏരിയാസ് മാർക്ക് ചെയ്തതിന്റെ ഉള്ളിലുള്ള കളറാന്ന് തോന്നുന്നു. അത് ഏരിയാസ് കുറെ അതെ അതെ, ഹയർ ഫ്രെയിമിൽ ഏരിയ മാർക്ക് ചെയ്തിട്ടു, ലോവർ ഫ്രെയിമിൽ വെച്ചപ്പോ ആ ക്യാൻഡിലൊന്നും തന്നെ നോക്ക് എന്റെ ആൽബിനെ. ആ ക്യാൻഡിലേക്ക് നോക്കുമ്പോ ഒന്നും തോന്നില്ലേ? അതാ മറ്റേ കളറ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ വന്നിട്ടാന്ന് തോന്നുന്നു. ക്യാൻഡിലും ഭയങ്കര കളറാണ്, ഭയങ്കര ഫ്ലോറസെന്റ് ആണത്. അത് എപ്പോഴും ലൈറ്റ് ആക്കി വെക്കുക കേട്ടോ. സൈസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരോടും കൂടി പറയുന്നത് ചാർട്ട് എപ്പോഴും ഭംഗിയാക്കി വെക്കണം. പ്രത്യേകിച്ച് നമ്മൾ ചാർട്ട് റീഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഭയങ്കര പ്രശ്നമാണത്. ഇത് നോക്കാൻ പോലും തോന്നില്ല. അതിന്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട് ആശാൻ. എന്തൊക്കെയോ വരച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവണില്ല. സജഷനില്ലേ? പോയോ? നേരത്തെ പറഞ്ഞപ്പോ വിട്ട് പോയോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിക്ക് ചെയ്യാത്തത്. എല്ലാവരോടും കൂടി പറയുന്നത് മാക്സിമം ഒരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കണ്ണിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതെ കണ്ണ് പോകും അതിനകത്തേക്ക്. ഒരുപാട് നേരം നോക്കി കഴിഞ്ഞാൽ കണ്ണിനെ തന്നെ പോകും. അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് ചെയ്യാം. അപ്പൊ ഇത്രയും പിക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള ആളുകൾ എനിക്ക് തോന്നുന്നത് SL അടിച്ച ആളുകൾ ഇനിയിപ്പോ ആൽവിന്റെ ഒരെണ്ണം പറഞ്ഞു, മറ്റേതിന്റെ കാരണം ആൽവിനെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അലി ഇന്നലെ ഇട്ടാണ് അല്ലെ? സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതിന്റെ നമ്മളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോ ക്യാൻഡിൽ ഫുള്ളായിട്ട് വരയ്ക്കണം എന്നാണ് നമ്മൾ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മള് ഇപ്പം സപ്പോർട്ട് ബൈയും സെല്ലും ക്യാൻഡിൽ ചേർത്ത് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചില സമയത്ത് ഭയങ്കര വലിയ ക്യാൻഡിലാണ്, വലിയ ഏരിയാസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഹാഫ് എടുക്കാവുന്ന ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ഫോളോ ചെയ്യാം, ഹാഫ് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആ ഏരിയയിൽ വരുമ്പോ നമുക്ക് ട്രേഡ് ഒട്ടും കിട്ടാതെ വരും. വലിയൊരു ഏരിയ കവർ ചെയ്ത് പോകുമ്പോ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ച് കഴിയുമ്പോ പിന്നെ അതിന്റെ ഉള്ളിൽ പിന്നെ വലിയ ഗ്യാപ്പ് കിട്ടുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, വലിയ ഏരിയ നമ്മുടെ ആദ്യം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ സ്റ്റോപ്പ് ലോസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം, അല്ലേ? അതെ അതെ. ആ ഒരു ഏരിയ മാർക്ക് ചെയ്യുമ്പോൾ എന്താണ്, അതൊരു ഡേഞ്ചർ സോണാണ്. മാർക്കറ്റ് അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു ഡേഞ്ചർ സോണാണ്, അല്ലെങ്കിൽ ഫേവറേറ്റ് സോണാണ്. എന്ന് വെച്ചാൽ അവിടുന്ന് ചിലപ്പോൾ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് സംഭവിക്കാം. സ്റ്റോപ്പ് ലോസ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ചിന്തിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, എൻട്രി തുടക്കത്തിൽ വെക്കുമ്പോൾ വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. എൽദോയ്ക്ക് തന്നെ പറ്റിയിട്ടുണ്ട്, എനിക്കറിയാം. കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു ട്രേഡിൽ $6-7 ഒറ്റ ട്രേഡിൽ കണ്ടത്. എൽദോ തന്നെയല്ലേ? അല്ല, എന്റെ സൈസ് വലുതായതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ അത് ക്വാണ്ടിറ്റി സൈസ് കണ്ടല്ലോ, വേറെ ആരോ ഫ്രണ്ട് ചെയ്യാൻ തോന്നുന്നു. ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറും. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഈ നമുക്കതിന് റിഫൈൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ റിഫൈൻഡ് ഏരിയയിലേക്ക് വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ ആപ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു സ്റ്റോപ്പ് ലോസ് കിട്ടുക. മനസ്സിലായോ? ട്രേഡ് പോവാണെങ്കിൽ പോയിക്കോട്ടെ, ട്രേഡ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, ലോസ് വരാതെ നോക്കലാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് പക്ഷെ അവിടെ വെച്ചിട്ട് എൻട്രി പോയിന്റ് ഇപ്പോൾ റിഫൈൻ ചെയ്യാത്ത ക്യാൻഡിലിന്റെ ഇപ്പൊ താഴത്തോ അല്ലെങ്കിൽ മുകളിലോ, റിഫൈൻ ചെയ്യാത്ത ക്യാൻഡിലിന്റെ താഴത്തോ എന്ന് പറയുമ്പോൾ ഓരോ ട്രെൻഡ് അനുസരിച്ചാണ് താഴത്തോ മുകളിലോ പറഞ്ഞിട്ട്. ചിലപ്പോൾ താഴത്ത് വന്നിട്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും, പോയിക്കോട്ടെ. അപ്പൊ പോയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ഇതിൽ നമുക്ക് കിട്ടുമോ നോക്കാം, ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ചിട്ട് വീണ്ടും ട്രേഡ് എടുക്കാം. ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു അഡീഷണൽ കൺഫർമേഷൻ കിട്ടുമോ നോക്കാം. അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ സ്റ്റോപ്പ് ലോസിനെ കുറച്ച് കൊണ്ടുവരാം, മാക്സിമം സ്റ്റോപ്പ് ലോസിനെ കുറച്ച് കൊണ്ടുവരാം. പിന്നെ റിഫൈൻ ചെയ്തിട്ട് ട്രേഡ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പഠിക്കാം കേട്ടോ. എന്താ ക്ലിയർ ആയില്ലോ അല്ലേ? ഓക്കെ. അത് കാരണം നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളതൊരു എന്താ പറയാ ലൈനായിട്ട് വരച്ചിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് വെക്കുമ്പോ, ബോക്സ് അല്ലാതെ അങ്ങനെ വെക്കുമ്പോ കുറച്ചും കൂടെ ഒരു എന്താ പറയാ, അതിന്റെ ഒന്നെങ്കിൽ നമ്മള് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഏത് ക്യാൻഡിലാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ടോപ്പില് വിൽക്കുന്നുണ്ടെങ്കിൽ വിൽക്കുന്ന മേളിൽ നമ്മൾ ലൈനായിട്ട് വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇതുപോലെ തോന്നുക, കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് അത് തോന്നുന്നു. ബോക്സ് എന്ന് പറയുമ്പോൾ ആ ബോക്സിന്റെ അടുത്തേക്ക് വന്നു തുടങ്ങുമ്പോൾ മുതല് നമുക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ളൊരു അല്ല. ഞാൻ അതിന് രണ്ട് കാര്യമുണ്ട്. ഞാൻ ലൈൻ വെച്ച് വരയ്ക്കുന്നതിലും അത് വെക്കുന്നതിനും രണ്ട് കാര്യമുണ്ട്. ക്യാൻഡിൽസിന്റെ ഒരു ഇതുണ്ട്. നിങ്ങൾ കാണുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന സമയം, ഞാനിപ്പോ ഹയർ ടൈം ഫ്രെയിമിലാണ് എടുക്കുന്നത് അല്ലെ, ആ ടൈം ഫ്രെയിമിലാണ് എടുക്കുന്നത്. ആ ടൈം ഫ്രെയിമിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ക്യാൻഡിൽസിന്റെ ഉള്ളിലുള്ള മൂവ്മെന്റ് നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ?
കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിന്റെ മുകളിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ആ മുകളിൽ എന്ന് പറയുന്നത് ഓപ്പണിങ്ങിലോ അല്ലെങ്കിൽ ക്ലോസിലോ, കാരണം നമ്മൾ ഒരു 2 ട്രെൻഡിനും കൂടി പറയണല്ലോ, ഓപ്പണിങ്ങിലോ ക്ലോസിലോ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മാർക്കറ്റ് അവിടേക്ക് എത്തണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ പ്രൈസ് ആക്ഷനിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൈസ് ആക്ഷൻ ഓൾവേസ് എന്തായിരിക്കില്ല, പ്രൈസ് ആക്ഷൻ ഓൾവേസ് എന്തായിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കില്ല, ഒരേ പോയിന്റിലേക്ക് തന്നെ എപ്പോഴും വരില്ല. ഇതും പ്രൈസ് ആക്ഷൻ തന്നെയാണ്, ഞാൻ അല്ലാതെ ഇങ്ങനൊരു പോയിന്റിലേക്ക് ഓൾവേസ് ആയിരിക്കില്ല. ഇപ്പോൾ ട്രെൻഡ് ചേഞ്ച് ആവുന്ന അല്ലെങ്കിൽ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തായിരിക്കും, മാർക്കറ്റ് താഴോട്ടേക്ക് ആയിട്ട് ഇങ്ങനെ കയറ്റം വരുന്നുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ചിലപ്പോൾ 3-4 ക്യാൻഡിൽ ഉണ്ടായിരിക്കും, ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് എൻട്രി മിസ്സാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്ലെയർ മുഴുവൻ നടന്നുണ്ടാവുക. അപ്പോൾ അവരുടെ മിനിമം ലോസ് സംഭവിക്കുന്ന ഏരിയ എന്താണ്? ഇതാണ് അല്ലെ? ഇവിടേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും, അവർക്ക് ആക്ച്വലി മിനിമം ലോസ് അല്ല, അവർക്ക് പൂർണ്ണമായിട്ട് ലോസ് ആവും. മിനിമം ലോസ് എന്ന് വെച്ചാൽ ഇതാണ് പറഞ്ഞോ, റീടെസ്റ്റിന്റെ ലോസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. മിനിമം ലോസ് സംഭവിക്കുന്നത് ഇവിടേക്ക് കൊണ്ടുവയ്ക്കാൻ സമ്മതിക്കോ? ഇല്ല, മുകളിലോട്ട് പോകാൻ അവർ സമ്മതിക്കില്ല. പോവും. കാരണം എന്താണ്, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു സെൽ ഓഫ് നടത്തിയിട്ട് പിന്നെ പോകും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടത്തേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ടായിരിക്കണം, ഓപ്പോസിറ്റ് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വെച്ച് വരച്ചു കഴിഞ്ഞ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടേക്ക് എത്തുന്ന ട്രേഡിന്റെ സാധ്യത കുറയും, ഇവിടേക്ക് എത്തുന്ന ട്രേഡുകളുടെ സാധ്യത കുറയും. അപ്പോൾ ബോക്സ് ആണ്, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ബോക്സ് ആയിട്ട് കണക്കൂട്ടോ. ഒരു ക്യാൻഡിലിന്റെ താഴെയും മുകളിലാണ് വെക്കുന്നത്. ബോക്സ് ആണെങ്കിൽ എന്തായിരിക്കും, ഇവിടേക്ക് ട്രേഡ് വരാനുള്ള സാധ്യത, ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രേഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ഒരു ക്യാൻഡിൽ വന്നിട്ട് റീടെസ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇറങ്ങിപ്പോരും, പിന്നെ ട്രെൻഡ് എടുത്ത് ഇങ്ങനെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങിപ്പോരും. ക്ലിയർ ആവുന്നുണ്ടോ? ചിലപ്പോ ഇവിടേക്ക് വരും, അപ്പൊ എന്ത് നമുക്ക് കിട്ടും. ക്ലിയർ ആയി തോന്നുന്നു, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ബോക്സും ലൈനും പറഞ്ഞത്. നമ്മുടെ അനാലിസിന്റെ സബ്ജക്റ്റ് അല്ല കേട്ടോ അത്. അനാലിസിന്റെ സമയത്ത് ചോദിക്കില്ല, എനിക്ക് അനാലിസിസ് കഴിയും. അത് എന്താ സംബന്ധിച്ച അനാലിസിസ് എന്റെ ഇത് പോയി കിട്ടും. ക്ലിയർ ആവുന്നോ? ആ ഒരു ഫ്ലോ പോയി കിട്ടും. കഴിഞ്ഞിട്ട് ചോദിച്ചോണ്ട് പ്രശ്നമില്ല, കഴിയുന്നതിൽ സബ്ജക്ട് വൈസ് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇന്നിപ്പോ തുടങ്ങിയിരിക്കുന്ന ആരാണ്? ആഗസ്റ്റ് 13 അഭിഷേക് തുടങ്ങിയിട്ടുണ്ട്. ആൽവി പറയാം, അനാലിസിസ് കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ആൽവി എന്തായാലും ഞാനിപ്പോ അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറയട്ടെ. ആൽവിന് അതിലെന്തോ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്, മനസ്സിലാവാത്തൊരു സാധനം കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ?